നമ്മളൊക്കെ അന്യനാട്ടിൽ ജീവിക്കുമ്പോൾ ഏറ്റവും അധികം മിസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളിലൊന്നാണ് നല്ല ഭക്ഷണം. അതുപോലെ നമ്മുടെ നാട്ടിൽ ഭയങ്കര ഗ്രാൻഡായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്ന ആഘോഷങ്ങളൊക്കെ പലപ്പോഴും നമ്മുടെ ജോലി തിരക്ക് കാരണവും നമ്മുടെ സാഹചര്യങ്ങൾ കാരണമൊന്നും ആഘോഷിക്കാൻ പറ്റാതെ വരിക. അങ്ങനെ എന്തായാലും ഈസ്റ്റർ വന്നു ഈ കൊല്ലത്തെ നമ്മൾ വീട്ടിലുള്ള കുറച്ച് പേരൊക്കെ ചേർന്നിട്ട് ചെറിയ തോതിലൊന്ന് ഭക്ഷണം ഉണ്ടാക്കി എങ്കിലും ആ ഒരു മെമ്മറി ക്രിയേറ്റ് ചെയ്യാൻ ട്രൈ ചെയ്തതിൻ്റെ ഭാഗമായി ഞങ്ങൾ കപ്പ ബിരിയാണി ഉണ്ടാക്കാൻ ട്രൈ ചെയ്തു. അപ്പം സാധനങ്ങളൊക്കെ എന്ന് വെച്ചാൽ ആദ്യം തന്നെ പറയല്ലോ, നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ബീഫിൻ്റെ ഒന്നും 7 അയലത്ത് പോയിട്ട് 16 അയലത്ത് പോലും നിൽക്കുന്ന ബീഫല്ല. എന്നിരുന്നാലും ബീഫൊക്കെ വാങ്ങി കപ്പയൊക്കെ വാങ്ങി നമ്മൾ ആദ്യം ഒരു ബീഫ് കറി അങ്ങോട്ട് പഠിച്ചു. അതിനുശേഷം പല യൂട്യൂബ് വീഡിയോസ് നമ്മൾ റെഫർ ചെയ്തു കേട്ടോ. കപ്പ നേരെ മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് എന്നിട്ട് പുഴുങ്ങി ആദ്യം തന്നെ മാറ്റി വെച്ചു. എന്നിട്ട് ബീഫ് കറിയൊക്കെ ഇങ്ങനെ നല്ല ചൂടാക്കിയെടുത്ത് സെറ്റ് ചെയ്തെടുത്തു. തേങ്ങ കറിവേപ്പിലൊക്കെ കൂടെ ഒരു സൈഡിൽ മൂപ്പിച്ച് തന്നിട്ട് വറുത്ത് മാറ്റി. എന്നിട്ട് ഈ 2 സംഭവം കൂടി നന്നായിട്ട് ഉടച്ചങ്ങ് മിക്സ് ചെയ്തെടുത്തു. അപ്പം നല്ല ആവി പറക്കുന്ന കപ്പ ബിരിയാണി നല്ലതായിരുന്നു. ഇതിനു മുമ്പ് പണ്ട് എപ്പോഴോ കൊച്ചിയിൽ വെച്ചിട്ടാണ് ഫസ്റ്റ് ടൈം കപ്പ ബിരിയാണി കഴിക്കണത്, കുറേ വർഷങ്ങൾക്ക് മുമ്പ്. അതിനുശേഷം പിന്നെ കഴിച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് എൻ്റെ നാക്കിൽ എപ്പോഴും ഉള്ളൊരു ടേസ്റ്റ് അത് തന്നെയാണ്. പക്ഷെ സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ. നമ്മൾ ഫസ്റ്റ് ടൈം ഉണ്ടാക്കുകയാണെങ്കിലും കുറേ വീഡിയോസൊക്കെ റെഫർ ചെയ്തെങ്കിലും കിടില്ലായിരുന്നു. എനിക്ക് പക്ഷേ ഇത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് പിറ്റേ ദിവസം കഴിച്ചപ്പോഴാണ്. അതല്ലെങ്കിൽ നമ്മുടെ നാടൻ ഫുഡൊക്കെ ഒരു ദിവസം വെച്ചിരുന്ന് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക സ്വാദാണ്. ഞാനത് ഇങ്ങനെ മാത്രമല്ല കേട്ടോ കഴിച്ചത്, ഇതിൻ്റെ പുറത്ത് കുറച്ച് സ്വീറ്റ് ചില്ലി സോസൊക്കെ ഒഴിച്ച് കുറച്ച് വിയേർഡായിട്ടാണ് ഞാൻ കഴിച്ചത്. പക്ഷേ ആ ടേസ്റ്റ് അടിപൊളിയായിരുന്നു കേട്ടോ. എനിക്ക് ആ ഒരു ചെറിയൊരു പുളിപ്പൊക്കെ വന്നപ്പോൾ കുറച്ചുകൂടി കിടലിനായിട്ട് തോന്നി. അങ്ങനെ നമ്മളിതെല്ലാവരും കൂടെ ആക്രമിച്ച് ഒറ്റ ദിവസം നമ്മളൊരു ഈവനിങ് ആയി ഇത് കുക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്നിട്ട് വെരി നെക്സ്റ്റ് ഡേ ആയപ്പോൾ നമ്മൾ തിന്ന് തീർത്തു. സെറ്റായിരുന്നു. അങ്ങനെ ഒരു ഈസ്റ്റർ കാലം കൂടി ഇതാ കടന്നുപോയി. ഇനി അടുത്ത ഫെസ്റ്റിവൽ എന്താണെന്ന് ഇങ്ങനെ നമ്മൾ ക്യൂരിയസ് ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. ഇനി അടുത്തത് വിഷു വരുന്നുണ്ടല്ലോ, ഇനി വിഷു ആഘോഷിക്കണം എന്നുള്ളൊരു ത്വരയിൽ അന്നൊരു സദ്യയൊക്കെ ആയിട്ട് പിന്നെ എല്ലാവരും കൂടെ ഒന്ന് ഒത്തുകൂടാം എന്നുള്ളൊരു വിചാരത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ കടുവും കൂടി താളിച്ചതിന് ശേഷം നമ്മുടെ ബീഫ് അങ്ങോട്ട് സെറ്റാക്കി വയറ് നിറച്ച് കഴിച്ചു. ഈ വർഷത്തെ ഈസ്റ്ററിന് നമ്മൾ ടാറ്റാ ബൈ ബൈ പറഞ്ഞു. അപ്പോൾ അത്രേ ഉള്ളൂ.